ഹായ്! എല്ലാരും സുഖായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഭഗവാന്റെ കഥ പറയാൻ തന്നെയാണ് ട്ടോ. ഓരോരോരോ കഥകള് ഓരോ ദിവസം പറയാനുണ്ടാവുക എന്ന് പറയുന്നതിൽ പരം പുണ്യം വേറെ എന്താണുള്ളതല്ലേ. സോ ഇന്ന് ഞാനിപ്പോ കോഴിക്കോടാണുള്ളത്. ഇന്നലെ ഒരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടിയിട്ട് വന്നതാണ്. കുറച്ച് വർക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെ വന്നതിലാണ് ട്ടോ. അങ്ങനെ വന്ന സമയത്ത് ഞാൻ എപ്പഴും ഔട്ടറിലേക്ക് പോവാറില്ല. ടൗണിന്റെ ആ ഒരു ഇതിലാണ് നിക്കാറ്. കാരണം അത്രയും വർക്ക് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, തിരിച്ചു പോരുക. കാരണം അത്രയും ടൈം ഷെഡ്യൂളിലാണ് നമ്മൾ പോകുന്നത്. ഇപ്രാവശ്യം വന്നപ്പോൾ എന്നെ കുറച്ച് ഔട്ടറിലേക്ക് കൊണ്ടുവന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്തിനാണ് എന്നെ ഈ ഔട്ടറിലേക്ക് കൊണ്ടുവന്നതെന്ന് ചിന്തിച്ചപ്പം ഞാൻ വരുന്ന വഴിക്ക് ഒരു ക്ഷേത്രം കണ്ടു. പക്ഷെ ഞാൻ ബോർഡൊന്നും കണ്ടില്ല. തിരിച്ച് വൈകുന്നേരം തന്നെ ഞാൻ വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പം ഇതിന് ബോർഡ് കണ്ടു. മഹാഗണപതി ബാലസുബ്രഹ്മണ്യ ക്ഷേത്രം എടക്കാട്. എടക്കാടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഈ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ രാവിലെ പോയി എന്തൊരു തിരക്കായിരുന്നു എന്നറിയോ. ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. ഭഗവാനെ കാണാൻ തന്നെ എന്തൊരു ചൈതന്യാന്നറിയോ. ഭസ്മാർച്ചന നടത്തി ഭഗവാന് ഒരുപാട് നേരം അവിടെ നിന്ന് തൊഴുതു. ഭഗവാന് മാമ്പഴം സമർപ്പിച്ചു. പിന്നെ അതേപോലെ നാരങ്ങ ഒക്കെ സമർപ്പിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. ഒരുപാട് സന്തോഷമായി എനിക്ക്. അപ്പം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്താണെന്നറിയോ, ഭഗവാൻ നമ്മളിലേക്ക് എത്തുന്ന ഒരു മൊമെന്റ് ഉണ്ടല്ലോ, അതായത് നമ്മളെ തേടി ഭഗവാൻ നമ്മളിലേക്ക്, നമ്മളും ഭഗവാനുമായിട്ട് കണക്റ്റ് ആവുന്ന ഒരു മൊമെന്റ് ഉണ്ടല്ലോ, പിന്നെ ഭഗവാനാണ് തീരുമാനിക്കുക നമ്മൾ എവിടെ, ഏത് നാട്ടിൽ പോയി കഴിഞ്ഞാലും നമ്മൾ എവിടെയാണ് നിൽക്കേണ്ടത്, എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, എന്താണ് നമ്മുടെ ഓരോ യാത്രയുടെയും ലക്ഷ്യം, ഭഗവാനാണ് തീരുമാനിക്കുന്നത്. ഞാനിതാ ഭസ്മാർച്ചന ചെയ്ത ഭസ്മം തൊട്ട മൊമെന്റിലുണ്ടല്ലോ, എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. നിങ്ങൾ ഭസ്മാർച്ചന സുബ്രഹ്മണ്യ സ്വാമിക്ക് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് ട്ടോ. ഏത് ക്ഷേത്രത്തിൽ, സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാലും ഉറപ്പായിട്ടും ഭസ്മാർച്ചന ചെയ്ത് പ്രാർത്ഥിച്ചു നോക്കൂ. അത്ഭുതങ്ങൾ കാണാം.